ഹലോ മക്കളെ, എല്ലാവർക്കും മേച്ചുപോട്ടിന്റെ പുതിയ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും നമ്മളോട് സംശയത്തോടെ സങ്കടത്തോടെ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. കെമിക്കൽ കൈനറ്റിക്സ് അല്ലെങ്കിൽ രാസഗതികം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് സാറേ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത്. നേരെ നമുക്ക് വീഡിയോയിൽ പോവാം. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ്, രാസഗതികം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ്, അതിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു സാരാംശമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. മക്കളെ, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ ഒരു ചാപ്റ്ററിൽ തുടങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക എന്താണ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കെമിക്കൽ ചേഞ്ചസ് ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്. അല്ലെ, ഫിസിക്കൽ ചേഞ്ചസ് ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. അതായത് രാസമാറ്റവും ഭൗതിക മാറ്റവും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഘട്ടം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾസുകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുക. എന്തൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ, എന്തൊക്കെയാണ് കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ, എന്താണ് രാസമാറ്റത്തിന് എക്സാമ്പിൾ, എന്താണ് ഭൗതിക മാറ്റത്തിന് എക്സാമ്പിൾ. ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. രണ്ടാമതായിട്ട് കുറച്ച് എക്സ്പെരിമെന്റുകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എക്സ്പെരിമെന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് ഒരു 4ഓളം എക്സ്പെരിമെന്റുകൾ, പരീക്ഷണങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സാർ, ഈ പരീക്ഷണം അതേപോലെ പഠിക്കുകയാണോ? അല്ല, ആ പരീക്ഷണത്തിന്റെ റിസൾട്ടുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഒരു പരീക്ഷണം അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കേട്ടോ, അതിൻ്റെ റിസൾട്ടുകളാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇപ്പൊ ആ സംശയം തീർന്നല്ലോ മക്കളെ. എല്ലാവരും ചോദിക്കാറുണ്ട്, സാർ പരീക്ഷണം അതേപോലെ പഠിക്കണോ? അങ്ങനെയല്ല, റിസൾട്ടുകളാണ്. ആ പരീക്ഷണത്തില 4 എക്സ്പെരിമെന്റിന്റെയും റിസൾട്ടുകൾ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് ഈ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. അല്ലെ, നമ്മളെ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അല്ലെ, രാസപ്രവർത്തനങ്ങൾ വിവിധ തരം. അല്ലെ, രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെ തരമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്താണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനം. രണ്ടാമതായിട്ട് വരുന്നു ഡീകോമ്പോസിഷൻ റിയാക്ഷൻ, അല്ലെ, വിഘടന രാസപ്രവർത്തനം. മൂന്നാമതായിട്ട് വരുന്നു ഡബിൾ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ, വിഘടന രാസപ്രവർത്തനം. നാലാമതായിട്ട് വരുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം. ഇങ്ങനെ 4 രാസപ്രവർത്തനങ്ങൾ മക്കൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കുക എന്താ സാറേ, മനസ്സിലാക്കി പഠിക്കണ്ടേ? പഠിക്കണം, മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളോട് ചോദിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻസ് തരും. അല്ലെ, ഇപ്പൊ ഏതെങ്കിലും ഒരു ടൈപ്പ് തന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കും, ഇത് ഏത് റിയാക്ഷൻ ആണ്, ഈ രാസപ്രവർത്തനം ഏത് രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് ഇതിന്റെ ഡെഫിനിഷൻ അതേപോലെ പഠിച്ചു വെക്കുക എന്നതിനേക്കാൾ ഉപരി ആ ഒരു കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. മറ്റൊരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ അത് ഏതാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പൊ എങ്ങനെ പഠിക്കും? ഓരോന്നും പഠിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം പഠിക്കുമ്പോൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡബിൾ ഡീകോമ്പോസിഷൻ, വിഘടന രാസപ്രവർത്തനം പഠിക്കുമ്പോൾ അതിനൊരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ എക്സാമ്പിൾസുകളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതെങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ടൈപ്സ് ഓഫ് റിയാക്ഷൻസിന്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ മാർക്ക് നമുക്ക് കിട്ടും. ആ ഒരു ടൈപ്പിലാണ് ചോദ്യം വരിക. റെഡിയാണല്ലോ? ഇനി നാലാമതായിട്ട് നമ്മൾ നേരിടുന്ന അടുത്ത ഏരിയ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അല്ലെ, രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അല്ലെ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. കേട്ടോ, സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അതായത് രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അല്ലെ,
രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. അതിൽ ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട്. ഒന്ന്, നാച്ചർ ഓഫ് ദി റിയാക്ടൻസ്, അല്ലെ, അഭികാരകങ്ങളുടെ സ്വഭാവം, കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ്, ഗാഢത, അതായത് അഭികാരകത്തിന്റെ ഗാഢത, ടെമ്പറേച്ചർ അഥവാ താപനില, എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ്, അല്ലെ, സർഫേസ് ഏരിയ, അതായത് പ്രതല പരപ്പളവ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ എക്സാമ്പിൾസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് രാസപ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നാച്ചർ ഓഫ് റിയാക്ടൻസ്, അല്ലെ, അഭികാരകത്തിന്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് എന്നാണ് രാസപ്രവർത്തനത്തിന്റെ സ്പീഡും കൂടും, അല്ലെ. പ്രതല വിസ്തീർണം, സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അഥവാ താപനില കൂടുമ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് കൂടും. ഇത്രയേ ഉള്ളൂ അതിനകത്ത്, ഇത്രയേ ഉള്ളൂ അതിനകത്ത് കേട്ടോ. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂടുമ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂടും. എന്തും ഇങ്ങനെ പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏരിയകൾ. അതൊന്നുകൂടി ഞാൻ പറയാണ്. കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ്, രാസമാറ്റം അല്ലെങ്കിൽ ഭൗതിക മാറ്റം, എക്സ്പെരിമെന്റ് 4 ഉണ്ട്. അതിന്റെ റിസൾട്ടാണ് മക്കൾ പഠിക്കേണ്ടത്. ടൈപ്സ് ഓഫ് റിയാക്ഷൻ, രാസപ്രവർത്തനങ്ങളിൽ 4 വിധത്തിലുണ്ട്. ആ 4 വിധം അതേപോലെ പഠിച്ചു വെക്കുക എന്നുള്ളതല്ല, മറ്റൊരു കെമിക്കൽ റിയാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. 4-മത്തത് സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ, അല്ലെ, രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 4 ടോപ്പിക്കുകൾ നിങ്ങൾ രാസഗതികം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ പഠിച്ചോ, നിങ്ങളൊന്നും പേടിക്കണ്ട. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാ ആശങ്കകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് നീങ്ങി എന്ന് വിചാരിക്കുന്നു. മക്കളെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ക്രിസ്മസ് എക്സാം നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. അടിച്ച് പൊളിച്ച് ഫുൾ മാർക്ക് വാങ്ങാനുള്ള മുഴുവൻ കാര്യങ്ങളും വെച്ചുപോട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. വീണ്ടും കാണാം. ഗുഡ് ബൈ.